ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൈ സ്റ്റാറ്റസ് ആസ് എൻ അസാസിൻ ഒബ്ജക്ട്സ് എക്സിസ്റ്റ് ദ ഹീറോസിൻ്റെ എപ്പിസോഡ് നമ്പർ 9 ആണ്. ഇതുപോലെയുള്ള ആനിമി എക്സ്പ്ലനേഷൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും വീഡിയോ ലൈക്കും ചെയ്യേണ്ടതാണ്. സോ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ അക്കിരിയും ജേഴ്സും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നൈറ്റ് അവിടേക്ക് വരും. ഇൻവെസ്റ്റിഗേഷൻ എന്തായി? ഒരു CCTV പോലെയുള്ള സാധനം, അതുപയോഗിച്ച് നമ്മൾക്ക് അമേലിയെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അക്കിര, ഞാൻ അതുപോലെയുള്ള സാധനം ക്യാസ്റ്റിൽ കണ്ടിരുന്നു. നിങ്ങൾ ഈ ലോകത്ത് അതിനെ എന്താണ് വിളിക്കുന്നത്? ക്യാമറ. അതൊരു തരത്തിലുള്ള ആർട്ടിഫാക്റ്റാണ്. അവിടേക്ക് അമേലിയും ടീമും വരും. അവരോട് റൂമിലേക്ക് വാ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് നിൻ്റെ മുമ്പിൽ ഞങ്ങൾ വേസ്റ്റ് അല്ലെന്ന് തെളിയിക്കണം. നിങ്ങൾ ഫൈറ്റ് ചെയ്യാനാണ് ചൂസ് ചെയ്തത്. ഞാനത് നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമോ? നമ്മൾ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലാണുള്ളത്. എനിക്ക് എൻ്റെ ചില പ്രയോറിറ്റീസ് ഉണ്ട്. അമേലിയയെ അവൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ ഉറുക് സിറ്റിയാണ്. ഗ്രാംസ് അവിടെയുണ്ട്. സുക്കാസയും ടീമും ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, ഇത് എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളെ ഡീമൺ റിലത്തിലേക്ക് ഞാൻ ഗൈഡ് ചെയ്യാം. അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ നിന്നെ ഡീമൺ റിലത്തിന് ബോർഡറിൽ കാത്തു നിൽക്കാമെന്ന് ജിലസ് പറയും. അവിടെ നിന്നിട്ട് നമ്മൾ എവിടെയാണ് കണ്ടുമുട്ടേണ്ടത് എന്ന് പറഞ്ഞ് മാപ്പ് എടുത്തു വെച്ച് നോക്കും. ജിലസ് ക്രോയുടെ അമ്മ അവിടെയുണ്ട്. മിണ്ടാതിരി, അവൻ എന്നോട് പറഞ്ഞത്. ഒരുപാടായി അവിടുന്ന് വന്നിട്ടെന്നാണ്. അവൻ്റെ അമ്മ ഇപ്പോഴും ലൈവാണോ? അതൊരു വലിയ കഥയാണ്. അവരെന്നിട്ട് എവിടെ നിന്നാണ് കാണേണ്ടതെന്ന് തീരുമാനിക്കും. 5 ദിവസം എന്തായാലും പിടിക്കും അവിടെ എത്താൻ. അമീലെ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. നീ അക്കീരയ്ക്ക് അധികം സ്ട്രെസ് ഒന്നും കൊടുക്കരുത്. ക്രോ, ഞാനത് നോക്കിക്കോളാം. നിൻ്റെ അടുത്ത ആഗ്രഹം എന്താണ്? എന്നെ നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആക്കുക. ഞാനത് വിശ്വസിച്ചിരുന്നു. എനിക്ക് അക്കിരയുടെ അത്ര പവർഫുൾ ആകണം. 11 പ്രിൻസസ് അവരുടെ രാജ്യത്തെ ചെറുപ്പത്തിൽ തന്നെ സംരക്ഷിക്കുന്നു. നീ അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. ഇല്ല എന്ന് ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യുന്നു. അക്കിര അവൻ്റെ ടീമിനോട് ബൈ ബൈ പറയുമ്പോഴായിരിക്കും ജലസ് അക്കിരയ്ക്ക് ഒരു കിഴി കൊടുക്കുക. നീ കമാൻഡർ സാറിൻ്റെ റൂമിൽ നിന്ന് മറ്റേതെല്ലാം എടുത്തിട്ടും നീ ഇത് വിട്ടുപോയി. ഇതെന്താണ്? എനിക്കറിയില്ല. കമാൻഡർ സാറ് നിനക്ക് കരുതി വെച്ചതാണ് അത്. അക്കിര അവരോട് ബൈ പറഞ്ഞു പോകും. സുക്കാസ്, നമ്മൾക്കും എന്നാൽ പോവാം. അമേലിയ ക്ഷീണിച്ച് അവിടെ കിടക്കും. അവളെക്കുറിച്ച് നേരത്തെ കേട്ടിരുന്നു. 11 പ്രിൻസസിന് പുതിയ സ്പെൽസൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. മരിച്ചവരെ അവൾ തിരിച്ചു കൊണ്ടുവന്നു. അവളുടെ പേര് ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചു. ലിയ ആണ് അമേലിയെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അവൾ ചെറുപ്പം മുതൽക്കേ എന്നോടാണ് വളർന്നത്. ഞാൻ അവൾ ഇത്രയും പുരോഗമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ എബിലിറ്റീസ് നല്ലതാണ്. ഞാനൊന്നും ഉണ്ടാക്കിയത് ഹീറോ ഓഫ് ലെജൻഡിൻ്റെ ടെക്നിക്കാണ്. ഇത് യൂസറിന് സ്പെൽസും മറ്റതെല്ലാം ക്യാൻസൽ ചെയ്യുവാനുള്ള പവർ കൊടുക്കും. നീ എന്നെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ബീസ്റ്റ് വോക്കിൽ ഒരുപാട് ഹ്യൂമൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്താണ്. ഒരു വിചിത്രമായ സമയത്താണ് എന്നെ പ്രസവിച്ചത്. അങ്ങനെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നിൻ്റെ ലൈഫ് സ്പാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവണം. ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി റിവെഞ്ച് ചെയ്യുന്നത് വരെ ചാവില്ല. അത് എനിക്കുള്ളൊരു ഉപകരണമായി മാറി. ഞാനത് ചെയ്യാൻ തയ്യാറാണ്. പിന്നീട് ഒരു വീടിൻ്റെ മുകളിൽ നൈറ്റ് നിൽക്കുന്നതായിരിക്കും കാണിക്കുക. ഞാൻ ആ ഗൈഡിനെ സ്പൈ ചെയ്യണോ? അപ്പോൾ പെട്ടെന്നായിരിക്കും ലാറ്റി സെന്നിലിൻ്റെ മുമ്പിൽ കാണുക. ലാറ്റി നൈറ്റിൻ്റെ അടുത്തേക്ക് വരും. നീ പറഞ്ഞത് നീ ഒരു സോളോ ട്രിപ്പിലാണെന്നല്ലേ? അതെ, പക്ഷേ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല. അതിരിക്കട്ടെ, ആ മാനും പ്രിൻസസും എവിടെ? ഞാൻ മാസ്റ്ററിൻ്റെ ഓർഡർ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാറ്റി അത് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് നൈറ്റിനെ എടുക്കും. അടുത്ത സീനിൽ അവർ ഉറുക് സിറ്റിയിലെത്തും. ക്രോ, ഞാൻ ലിയയെയും കൂട്ടി വരാം. നിങ്ങൾ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യും. പിന്നീട് അക്കീരയും അമേലിയും മാർക്കറ്റിൽ പോവും. അമേലിയ, എനിക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒന്നുകൂടി സ്ട്രോങ്ങർ ആവാൻ പോവുകയാണ്. നിൻ്റെ സെൽഫ് അധികം പുഷ് ചെയ്യേണ്ട. കുഴപ്പമില്ല, ഞാനത് ഹാൻഡിൽ ചെയ്യും. പിന്നീട് അവർ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ലിയ അവരുടെ അടുത്തേക്ക് ഓടി വരും. നിങ്ങളെ വീണ്ടും കണ്ടതിൽ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് ഈ സിറ്റി ചുറ്റി കാണിച്ചു തരാം. ഒരു വാട്ടർ സിറ്റിയാണ്. അവരെന്നിട്ട് ബോട്ടിൽ ട്രാവൽ ചെയ്യും. അക്കിര, ഇത് വെനീസിനെ പോലെയുണ്ട്. പാലസ് എവിടെയാണ്? നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ് എൻ്റെ ഫാമിലി. നിങ്ങളെ ഡിന്നറിന് ക്ഷണിച്ചു. അവരെന്നിട്ട് നടക്കും. അക്കിര, എന്താണ് സ്പിരിറ്റ് ബാരിയർ? അത് ക്രോസിൻ്റെ ഇൻവേർഷൻ ആപ്ലിക്കേഷനാണോ? അത് സിമിലർ ആണ്, പക്ഷേ ഡിഫറെൻ്റ് ആണ്. എൻ്റെ സ്കിൽ ബാരിയർ ടെക്നിക്സിൻ്റെ എക്സ്റ്റൻഷനാണ്. ഒരുപാട് പവർഫുൾ മാജിക്സിനെ അത് ബ്രേക്ക് ചെയ്യും. ക്രോനെ എന്നെ ഓവർ പവർ ചെയ്യാൻ പറ്റില്ല. അമേലിയ ക്രോയുടെ പക്കൽ നിന്ന് അത് പഠിക്കുകയാണ്. അത് കേട്ട് അവൾ ഷോക്കാവും. അക്കിര, ഞാൻ ഷാഡോ മാജിക്കിനെ കുറിച്ച് എവിടെയും കേട്ടിട്ടില്ല. അത് ഫുള്ളും എൻ്റെ കൺട്രോളിലല്ല. എനിക്കത് കെയർലെസ്സായി യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടുന്നിട്ട് പാലസിൽ കയറും. കിങ്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞങ്ങൾക്കും. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അതിനു മുമ്പേ എൻ്റെ മക്കളെ രക്ഷിച്ചത് നന്ദി. ഞാനല്ല, അക്കിരയും ക്രോയുമാണ് അവളെ രക്ഷിച്ചത്. എനിക്ക് അക്കിരയോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആരാണ് ഈ വേൾഡിലേക്ക് ഹീറോ സമൺ ചെയ്തത്? നീ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അത് വിവരങ്ങൾ അനുസരിച്ചായിരിക്കും. ഒരു കാർഡ് ടെൻഷനായി കുറിച്ച് റെസ്പെക്റ്റ് കൊടുക്ക്. സാരമില്ല,
അത് അസാസിനെ ടാർഗറ്റായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീ പോയാൽ ഈ കൺട്രിയുടെ സേഫ്റ്റി നീ ഉറപ്പ് തരുമോ? ഞാനത് പിൻവലിക്കുന്നു. കിങ്, നിനക്കൊരു സ്പെഷ്യൽ റിവാർഡുണ്ട്. ഞാനത് നിന്നോട് ചോദിച്ചത് ഗ്രാമിൻ്റെ പ്രശ്നം മൂലമാ. ഗ്രാം പിന്നെയും രാജാവ്, നിനക്ക് അവനെ അറിയുമോ? അവനെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്നു, പക്ഷേ അവൻ ഈ രാജ്യത്തിൽ നിന്നും ഓടിപ്പോയിരുന്നു. അല്ല, നിന്റെ പ്രശ്നം എന്താണ്? എൻ്റേത് അതൊന്നുമല്ല. ഞാൻ കേട്ടത് നീ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഐലാൻഡിൽ നിന്നാണ് വരുന്നത് എന്നാണ്. നിനക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നോ? എനിക്ക് എന്നേക്കാൾ വീക്കറായവരുടെ പ്രൊട്ടക്ഷൻ വേണ്ട. ഗാർഡ് അക്കിരയെ കളിയാക്കും. അമ്മയിൽ നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ അക്കിരയെ ഇൻസൾട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ പോകും. അക്കിര അവളെ പിടിച്ചു വെക്കും. ഞാൻ ഒരു ഡെല്യൂഷൻ അല്ല എന്ന് തെളിയിക്കാം. മറ്റവന് മേജസ്റ്റി, ഞാൻ അവനൊരു ഡുവലിനെ ക്ഷണിക്കുന്നു. എനിക്കതിന് അനുവാദം തരണം. കിങ് അതിന് പെർമിഷൻ കൊടുക്കും. പിന്നീട് അവരുടെ ഡുവൽ ആരംഭിക്കാൻ പോകും. അക്കിരയുടെ സോഡ്സ് അവൻ അമേരിക്ക് കൊടുക്കും. നീ ടൂൾസ് ഉപയോഗിക്കുന്നില്ലേ? ഞാൻ എൻ്റെ ടൂൾസാണ് ഉപയോഗിക്കുക. കിങ് സ്റ്റാർട്ട് എന്ന് പറയും. മറ്റവൻ അക്കിരയെ അറ്റാക്ക് ചെയ്യും. അക്കിര അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവന് നല്ല സ്പീഡും പവറുമുണ്ട്. അക്കിര അവൻ്റെ കാലിൽ കയറിടും. അവൻ അക്കിരയെ അടിച്ചു തീർപ്പിക്കും. അക്കിര മുകളിൽ പോയി, എനിക്കിത് എത്രയും പെട്ടെന്ന് അവസാനിക്കണം. ഇത് അവസാനിപ്പിക്കുവാനുള്ള സമയമായി എന്ന് പറഞ്ഞ് അവന് നേരെ ചാടി വന്ന് അറ്റാക്ക് ചെയ്യും. അക്കിരയുടെ അറ്റാക്കിൽ അവൻ്റെ വെപ്പൺ പൊട്ടി തകരും. അക്കിര അവൻ്റെ കഴുത്തിൽ വാളും വെക്കും. അങ്ങനെ ആ ഡുവലിൽ അക്കിര ജയിക്കും. കിങ് അത് കണ്ട് ഷോക്കാവും. അമേരി വന്ന്, നിങ്ങൾക്കിപ്പോൾ അക്കിരയെ മനസ്സിലായില്ലേ? എനിക്ക് കുറ്റം പറയാനുള്ളത്, ഒരു 11 പ്രിൻസസിന് ഒരു ഹ്യൂമനെ സ്നേഹിക്കുന്നു. നിനക്കറിയാം അവനേക്കാൾ കുറച്ചു കാലം കൂടി നീ ജീവിക്കുമെന്ന്. കിങ് അതും പറഞ്ഞ് അവിടുന്ന് പോവും. അമേരി അതും കേട്ട് സങ്കടപ്പെട്ട് നിൽക്കും. പിന്നീട് അവരൊരു ബോട്ടിൽ ട്രാവൽ ചെയ്യും. അക്കിര, ആ ലോക്ക് എങ്ങനെയുണ്ടായിരുന്നു? നീ നല്ലോണം ഫൈറ്റ് ചെയ്തു. എന്നെ ഈ വേൾഡിൽ കാണിക്കുന്നത് നന്ദി. എനിക്ക് നിന്നോട് ഇതിനാണ് നന്ദി പറയാനുള്ളത്. നിൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കാതെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ ചൂസ് ചെയ്തു. അമേലി, ഇതായിരുന്നു എനിക്ക് നിൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടത്. അക്കിര അതിന്, നീ എന്താ കരയുന്നേ? അമേലി അക്കിരയെ കെട്ടിപ്പിടിച്ച്, നീ മരിച്ചാൽ ഞാനും നിൻ്റെ കൂടെ മരിക്കും. പിന്നീട് അവർ ഒരു ഹോട്ടലിലെത്തും. അവരുടെ കൂടെ ക്രോയും ഉണ്ടാവും. ക്രോ ഒരുത്തന് എല്ലാ നോളജുമുണ്ട്. അവന് ഇതേ മാജിക്കിനെ പറ്റിയും സോഡിനെ പറ്റിയും അറിയാം. എന്താണ് അവൻ്റെ പേര്? സാരൻ മിട്രേ. ആ പേര് കേട്ട് അക്കിര ഷോക്കാവും. അവൻ ജലസിൻ്റെ ഹോം ഐലാൻഡിലെ നൈറ്റ് കമാൻഡറായിരുന്നു. അവിടുത്തെ രാജാവ് അവനെ കൊന്നു. നീ സമൺ ആയിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും അലൈവ് ആയിരിക്കും. ഞാൻ ഒരു ദിവസം അവനോട് അവഞ്ച് ചെയ്യും. ആരാണ് ശരിക്കും സാറിനെ കൊല്ലാൻ പോകുന്നത്? അത് കിങ്സിൻ്റെ പേഴ്സണൽ അസാസിൻസായ നൈറ്റ് റാവൻസ് ആയിരിക്കും. അങ്ങനെയാണ് ജലസ് പറഞ്ഞത്. കിങ്സ് കേട്ടത് ആ സ്ക്വാഡിൻ്റെ ഗ്രാമിൻ്റേതാണെന്നാണ്. അത് കേട്ട് അക്കിര ഷോക്കാവും. സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഗ്രാമിന് വേണ്ടിയാണ് പണി ചെയ്യുന്നത് എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുന്നതോടെ ബൈ ബൈ.